ഇന്ന് പകൽക്കാലത്തെ ചിന്തയ്ക്കായിട്ട് റോമാലേഖനം, ബുക്ക് ഓഫ് റോമൻസ്, അതിന്റെ 12-ാം അധ്യായം, ചാപ്റ്റർ 12, അതിന്റെ 1-ാം വാക്യം ഒന്ന് വായിക്കാം. വേഴ്സ് 1. റോമാലേഖനം. സഹോദരന്മാരെ, ഞാൻ ദൈവത്തിന്റെ മനസ്സലിവ് ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് ദൈവത്തിന്റെ മനസ്സലിവ് ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിപ്പിൻ. ദൈവത്തിന് പ്രസാദമുള്ള ഒരു യാഗമായി നിങ്ങളെ തന്നെ സമർപ്പിപ്പിൻ. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ നിങ്ങളെ ഒരിക്കലും ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്, സമർപ്പണം 2 രീതിയിലുണ്ട്. ഒന്ന്, കർത്താവേ, ഞാൻ എന്നെ തന്നെ നിന്റെ മുമ്പിൽ സമർപ്പിക്കുന്നു. ഒരു 95% ഈ സമർപ്പണമാണ് ലോകത്തിൽ കാണുന്നത്. ഇതാ, ഞാൻ എന്നെ തന്നെ സമർപ്പിച്ചിരിക്കുന്നു നിന്റെ മുമ്പിൽ, അതുകൊണ്ട് നീ ഇനി എൻ്റെ കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യണം, നോക്കിക്കോണം. ഈ സമർപ്പണം തെറ്റല്ല, സമർപ്പണം ശരിയാണ്. ആദ്യ ഘട്ടമാണ്, കർത്താവേ, ഞാൻ എന്നെ തന്നെ നിന്റെ മുമ്പിൽ സമർപ്പിക്കുന്നു. എന്നാൽ കർത്താവ് ആഗ്രഹിച്ചത് 2-ാമത്തെ സമർപ്പണമാണ്. അതൊരു 5% താഴെ കാണുകയുള്ളൂ. 5 ഉണ്ടോ എന്ന് സംശയമെങ്കിൽ 5 കിടക്കട്ടെ. എന്താണ് 2-ാമത്തെ സമർപ്പണം? കർത്താവേ, ഞാൻ എന്നെ തന്നെ നിന്റെ ഹിതത്തിനായി സമർപ്പിക്കുന്നു, നിന്റെ ഇഷ്ടത്തിനായി സമർപ്പിക്കുന്നു. സ്തോത്രം. അവിടെ നീ എനിക്ക് വേണ്ടി ചെയ്താലും ഇല്ലെങ്കിലും, വിടുവിച്ചാലും ഇല്ലെങ്കിലും, ഞാൻ ഉയർന്നാലും ഇല്ലെങ്കിലും, എൻ്റെ ശ്വാസമുള്ള സമയം വരെയും ഞാൻ നിന്റെ ഇഷ്ടത്തിന് വേണ്ടി ഭൂമിയിൽ ജീവിക്കുന്നുള്ള സമർപ്പണമാണ് നമ്മൾ വായിച്ചത്. ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിക്കുന്നു. യാഗം എന്ന് പറഞ്ഞാൽ സാക്രിഫൈസ്. യാഗം കഴിയുമ്പോൾ യാഗവസ്തുവിനെ കാണാൻ കഴിയുകയില്ല. സ്തോത്രം എന്ന് പറഞ്ഞാൽ അരിഞ്ഞങ്ങ് മെഴുകുതിരി കത്തി ഇങ്ങനെ ഇല്ലാതായി തീരുന്നത് പോലെ കർത്താവിന് വേണ്ടി ജീവിച്ച് കത്തി ജ്വലിച്ച് ഇല്ലാതായി തീരുക. സ്തോത്രം. ക്രിസ്തുവിൽ മറയുക. അപ്പൊ ദൈവത്തിന് പ്രസാദമുള്ളൊരു സമർപ്പണം, ഇത് തന്റെ അരികിലേക്ക് വരുന്ന ഓരോ ദൈവമക്കളും ദൈവം ആഗ്രഹിക്കുകയാണ്. പക്ഷെ നമ്മുടെ സമർപ്പണം എല്ലാം ലിമിറ്റഡ് ആണ്. നമ്മുടെ കമ്മിറ്റ്മെന്റ് എല്ലാം ലിമിറ്റഡ് ആണ്. അതാ പറഞ്ഞത്, കർത്താവേ, എന്നെ തന്നെ സമർപ്പിക്കുക. ഐ എം സബ്മിറ്റിംഗ് മൈ ലൈഫ് ടു യു. 2-ാമത്തെ സമർപ്പണം, ഐ എം സബ്മിറ്റിംഗ് മൈ ലൈഫ് ഫോർ യു. സ്തോത്രം. ഇത് രണ്ടും 2 സമർപ്പണമാണ്. ദൈവത്തിന് സ്തോത്രം. ഇവിടെ ഒരിക്കലും ഇങ്ങനെ വായിച്ചു, നിങ്ങളുടെ ബുദ്ധിയുള്ള ആരാധനയ്ക്കായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും. ആ വാക്കിനാണ് പ്രാധാന്യം. ദൈവത്തിന് പ്രസാദമുള്ള സമർപ്പണം. കമ്മിറ്റ്മെന്റ് അക്കോർഡിംഗ് ടു ദ വിൽ ഓഫ് ഗോഡ്. ദൈവത്തിന് സ്തോത്രം. ഇതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. നമ്മൾ ക്രിസ്തുവിനെ പഠിക്കാമെങ്കിൽ എങ്ങനെ ദൈവത്തിന് പ്രസാദമുള്ളൊരു സമർപ്പണം സമർപ്പിച്ച് ജീവിക്കാമെന്ന് ക്രിസ്തു നമ്മെ കൃത്യമായി പഠിപ്പിച്ചിരിക്കുന്നു. കർത്താവ് നമ്മെ കൃത്യമായി പഠിപ്പിച്ചിരിക്കുന്നു. ദൈവത്തിന് പ്രസാദമുള്ളൊരു സമർപ്പണമുള്ള ജീവിതം എങ്ങനെ നയിക്കാൻ കഴിയും എന്ന് ക്രിസ്തു നമ്മെ പഠിപ്പിച്ചിരിക്കുന്നു. അപ്പൊ ക്രിസ്തു ആരെന്ന് പഠിച്ചെങ്കിൽ മാത്രമേ, അറിഞ്ഞെങ്കിൽ മാത്രമേ അതുപോലൊരു സമർപ്പണ ജീവിതം നമുക്ക് ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ. കർത്താവ് പറഞ്ഞ ഓരോ വാക്കുകൾ ശ്രദ്ധിക്കാമെങ്കിൽ, മർക്കോസ് സുവിശേഷം 1-ാം അധ്യായം, മാർക്ക് ചാപ്റ്റർ 1, 37-38. എല്ലാവരും നിന്നെ അന്വേഷിക്കുന്നു എന്ന് പറഞ്ഞു. ഞാൻ അടുത്ത ഊരുകളും പ്രസംഗിക്കേണ്ടതിന് നാം അവിടേക്ക് പോവുക. ദൈവത്തിന് സ്തോത്രം. ഞാൻ പുറപ്പെട്ടു വന്നിരിക്കുന്നത് തന്നെ ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യാൻ വേണ്ടിയാണ്. സ്തോത്രം. തനിക്ക് നല്ല ബോധ്യമുണ്ടായിരുന്നു. ഞാൻ ഈ ഭൂമിയിലായിരിക്കുന്നത് ഇനി എന്റെ മൗല്യ വളർച്ചയ്ക്ക് വേണ്ടിയല്ല, ദൈവത്തിന്റെ ഹിതം പൂർത്തീകരിക്കാനാണെന്ന് എത്ര ഹൃദയത്തിൽ ഇന്ന് തീരുമാനമുണ്ട്. സ്തോത്രം. എനിക്ക് വരുന്ന ഓരോ നിമിഷവും എനിക്ക് ഭൂമിയിൽ സന്തോഷിക്കാനുള്ളതല്ല, എന്റെ ജീവിതം കണ്ടുകൊണ്ട് സ്വർഗത്തിലെ പിതാവിന് സന്തോഷിക്കാനുള്ള എത്ര പേർക്ക് ആഗ്രഹമുണ്ട്. നമ്മുടെ സ്വപ്നങ്ങൾ, ആഗ്രഹങ്ങൾ ആത്മീയമോ ഭൗതികമോ, നമ്മുടെ ഉയർച്ചകളും നമ്മുടെ മുന്നോട്ടുള്ള ഫ്യൂച്ചറും നമ്മൾ ബന്ധപ്പെടുത്തിയിരിക്കുന്ന ദൈവത്തോടുള്ള ബന്ധത്തിലോ ഒന്ന് പരിശോധിക്കണം. യേശു പറയുക, ഞാൻ വന്നത് തന്നെ
എന്റെ അപ്പന്റെ ഇഷ്ടം ചെയ്യാൻ വേണ്ടിയാ. സ്തോത്രം. യോഹന്നാന്റെ 4:34 വായിച്ചു. ജോൺ 4:34. യേശു അവരോട് പറഞ്ഞത്, എന്നെ അയച്ചവന്റെ ഇഷ്ടം ചെയ്ത് അയച്ചവന്റെ ഇഷ്ടം ചെയ്ത് അവന്റെ പ്രവൃത്തി തികയ്ക്കുന്നത് തന്നെ അവന്റെ പ്രവൃത്തി തികയ്ക്കുന്നത് തന്നെ എന്റെ ആഹാരം. യേശു അടുത്ത ലെവൽ പറയുകയാണ്, ദൈവത്തിന് ഇഷ്ടം ചെയ്യാനാണ് ഞാൻ വന്നിരിക്കുന്നത് മാത്രവുമല്ല, എനിക്ക് ആ ഇഷ്ടം തികയ്ക്കുകയും കൂടെ ചെയ്യണം. സ്തോത്രം. ഒരു സ്റ്റെപ്പാണ്. നമ്മുടെ പ്രത്യേകത, കൃപയാൽ ദൈവത്തിന് ഇഷ്ടം ചെയ്യാൻ തീരുമാനമെടുത്തെങ്കിലും പലപ്പോഴും അത് തികയ്ക്കാറില്ല. സ്തോത്രം. അതൊരു ലിമിറ്റഡ് കമ്മിറ്റ്മെന്റ് ആണ്. സ്തോത്രം. ഈ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്നെ കിട്ടുകയില്ല. ഞാൻ ഓക്കെയാ, ഇത്ര അനുസരിക്കാൻ ഞാൻ തയ്യാറാ, ഇവിടെ വരെ സമർപ്പിക്കാൻ തയ്യാറാ. പക്ഷെ കർത്താവ് പറഞ്ഞില്ല, എന്റെ പരിമിതികൾ വിട്ടുകൊണ്ട് പിതാവിന്റെ ഇഷ്ടം തികയ്ക്കുന്നത് തന്നെ എന്റെ ആഹാരം എന്ന് പറഞ്ഞാൽ എന്റെ നിലനിൽപ്പ്, ഞാൻ എന്റെ പ്രയോറിറ്റി. ലൂക്കോസ് 22:42 ഇങ്ങനെ വായിക്കുന്നു. Luke 22:42. പിതാവേ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്നും നീക്കണമേ. പാനപാത്രം എങ്കിൽ നീക്കണമേ. എങ്കിലും എന്റെ ഇഷ്ടമല്ല, നിന്റെ ഇഷ്ടം തന്നെ ആകട്ടെ എന്ന് പറഞ്ഞു. സ്തോത്രം. മൂന്നാമത് കർത്താവ് പറയുക, ഞാൻ വന്നത് പിതാവിന് ഇഷ്ടം ചെയ്യുവാൻ മാത്രമല്ല, ഇഷ്ടം തികയ്ക്കാൻ വേണ്ടിയാണെങ്കിലും എന്റെ യാത്രയിൽ ഈ ഇഷ്ടം തികയ്ക്കുവാൻ അനവധി തടസ്സങ്ങൾ കടന്നു വന്നു. തടസ്സങ്ങൾ കടന്നു വന്നപ്പോൾ തടസ്സങ്ങളെ നോക്കി കരയുകയല്ല ചെയ്തത്, തടസ്സങ്ങളെ അതിജീവിപ്പാൻ കൃപ അയച്ചുകൊണ്ട് എന്റെ പിതാവിന് ഇഷ്ടം ചെയ്യുവാൻ ഞാൻ മുമ്പോട്ട് ചുവട് വെച്ചു. സ്തോത്രം. ആമേൻ, ആമേൻ. പറഞ്ഞു, എനിക്ക് ഈ പാനപാത്രം വേണ്ട കർത്താവേ. എങ്കിലും കൃപ പ്രാപിച്ചോട് പറഞ്ഞില്ല, എനിക്കറിയാം നിന്റെ ഇഷ്ടത്തിനായി വന്നിരിക്കുന്നു, അത് തികച്ചേ പറ്റൂ. അതിനെതിരെ പോരാടുന്ന ശക്തിയുടെ മേൽ ജയം പ്രാപിച്ച് അപ്പൊ അതിന്റെ ഇഷ്ടം നിറവേറട്ടെ. സ്തോത്രം. ഹല്ലേലൂയ. വന്ന് തികച്ചത് കൊണ്ട് തികവുള്ള രക്ഷയ്ക്ക് സൗജന്യമായി എന്റെ പോക്കറ്റ് വന്നു. സ്തോത്രം. എന്താണ് ഈ കമ്മിറ്റ്മെന്റ് പ്രത്യേകത ചോദിച്ചാൽ, ക്രിസ്തു നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. ഫിലിപ്പ് ലേഖനം 2-ാം അധ്യായം അതിന്റെ 6 മുതൽ നിർത്തി വായിച്ചത്, 6 മുതൽ 8 വരെ, 6 to 8. അവൻ ദൈവമായിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ച് കൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. യേശുവിന്റെ സമർപ്പണത്തിന്റെ പ്രത്യേകത തുടക്കം മുതൽ ഒടുക്കം വരെ സമർപ്പണം. നമുക്ക് നല്ല തുടക്കം കിട്ടും, പക്ഷെ എന്ത് കിട്ടുന്നില്ല? ഒടുക്കം കിട്ടുന്നില്ല. നമ്മൾ എവിടെ വെച്ചോ വഴിവെട്ടി പോയിക്കൊണ്ടിരിക്കുക. പാനപാത്രം കടന്നു വരുമ്പോൾ പാനപാത്രം എനിക്ക് വേണ്ടാന്ന് പറഞ്ഞ് ഓടിക്കൊണ്ടിരിക്കുക. സ്തോത്രം. ദൈവത്തിന് പ്രസാദമുള്ള സമർപ്പണത്തിൽ നിലകൊള്ളുവാനും ദൈവത്തിന് പ്രസാദമുള്ള സമർപ്പണത്തിൽ ആമേൻ ഒടുക്കം മുതൽ വീണ്ടും ജന്മം പ്രാപിച്ച നിമിഷം മുതൽ ദൈവം തരുന്ന നിമിഷം വരെ നിലകൊള്ളുവാൻ കഴിയാതെ നമ്മുടെ ജീവിതം തകർന്നുകൊണ്ടിരിക്കുക. സ്തോത്രം. എല്ലാവരും കാര്യം ഓർത്തോണം, എനിക്കത് ചെയ്യണം, തികയ്ക്കണമെന്നുള്ള യേശുവിന്റെ തീരുമാനത്തിന്മേലാണ് ജയമുണ്ടായത്. സ്തോത്രം. അങ്ങനെ തീരുമാനിക്കുന്നതിനെ കൃപയിൽ നടത്തുവാൻ ശക്തനായ ഒരു പിതാവ് സ്വർഗത്തിലുണ്ട്. അവനത് തികയ്ക്കുവാൻ പറ്റും. ഓർക്കണം, ദൈവത്തോടുള്ള സമത്വത്തിൽ തുടങ്ങിയ നിമിഷം മുതൽ ക്രൂശ് മരണത്തോളം അവൻ എന്തായിരുന്നു? അവൻ കമ്മിറ്റഡായിരുന്നു. ഒരിടത്തും അവന്റെ സമർപ്പണത്തിന്റെ ശക്തി കുറഞ്ഞു പോയില്ല. തോന്നിടത്ത് അപ്പന്റെ പാദപീഠത്തിൽ കിടന്ന് അവൻ കൃപ പ്രാപിച്ച് ആ സമർപ്പണത്തിൽ
ഇതാണ് ദൈവത്തിൽ പ്രസാദമുള്ള യാഗമായി അവൻ സമർപ്പിച്ചു എന്ന് വചനം നമ്മൾ വായിച്ചത്. സ്തോത്രം. അപ്പൊ അങ്ങനാണെങ്കിൽ 2:9 പറയുന്നു, അതുകൊണ്ട് അവനെ ഏറ്റവും ഉയർത്തി. സ്തോത്രം. നിങ്ങളുടെ സഭയിലെ ഏറ്റവും പാസ്റ്ററല്ല, ഓവർസിയർ അല്ല, സഭയുടെ പ്രസിഡന്റ് അല്ല. ആമേൻ. സ്ഥിരമായ സമർപ്പണ സഭയിലെ ഏറ്റവും ശക്തനായ ക്രിസ്തുവിന്റെ പോരാളി. സ്തോത്രം. സ്തോത്രം. സമർപ്പണമുണ്ടെങ്കിൽ നീ ക്രിസ്തുവിന്റെ പോരാളിയാണ്. ദൈവം ഏറ്റവും സ്തോത്രം. മാത്രമല്ല കേൾക്കുമ്പോൾ ലോകം പറയും ചില മൂപ്പരിയാള്, പാസ്റ്റർ, ഓവർസിയർ, സെൻട്രൽ പാസ്റ്റർ, ഇതൊക്കെ വരിക, സംഗതിയൊക്കെ കുഴപ്പമൊന്നുമില്ല, നോ പ്രോബ്ലം. പക്ഷെ ദൈവത്തിന്റെ കണ്ണിൽ പറയുന്നു, തുടക്കം മുതൽ നാളെ ഒരു ദിവസം കിട്ടുന്ന നാളോ, അടുത്ത 10 വർഷം കിട്ടും, 10 വർഷം, അന്നും തുടക്കം മുതൽ അന്ന് സമയം വരെയും ചോർന്നു പോകാത്ത, തളർന്നു പോകാത്ത നിലകൊള്ളുന്നവരെ ഉയർത്തുന്നൊരു ദൈവസ്ഥ. സമർപ്പണത്തിന് അളവ് എത്രയായിരിക്കും? ഒരളവില്ലേ? മത്തായി 22:37 എത്രയാണ് അതിന്റെ അളവെന്ന് നമുക്ക് നോക്കാം. മാത്യു 22:37. എത്ര അളവിൽ നമ്മൾ സമർപ്പിക്കണം? യേശു അവനോട് പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടെ. അപ്പൊ എത്ര ശതമാനമാണ് അളവ്? 100%. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവപ്രവൃത്തി നടക്കണമെങ്കിൽ 6 കൽപാത്രം നിറഞ്ഞു മതിയാകും, 100 മതിയാകും. സ്തോത്രം. അപ്പോൾ ദൈവപ്രവൃത്തി നടക്കൂ. ഈ 99.9 എന്ന് പറഞ്ഞാൽ യാക്കോബ് ലോകത്തിൽ പറയുന്നത് ദിവസമുള്ള സ്തോത്രം. 99.0 മനസ്സുള്ളവനാ. സ്തോത്രം. ദൈവസന്നിധിയിൽ 100% നീ സമർപ്പിക്കണം. സ്തോത്രം. വിട്ടുവീഴ്ചയില്ലേ കാര്യത്തിൽ? പരാജയമുണ്ടോ? കൃപ തരും. തളർന്നു പോകുന്നോ? ബലപ്പെടുത്തും. പക്ഷേ നിന്റെ അകത്തൊരു തീരുമാനം, 100 ഞാൻ നിൽക്കും. സ്തോത്രം. നമ്മൾ കാണാൻ ഭാഷ പറയത്തില്ല, എങ്ങനെ നിൽക്കും? 100 നിൽക്കും. സ്തോത്രം. അതിന്റെ അളവെന്ന് പറയുന്നത് 100%. അങ്ങനെയാണെങ്കിൽ നമ്മളെ ആ ഒരു സമർപ്പണത്തിലേക്ക് നമ്മെ നയിക്കാതിരിക്കുന്ന ശക്തികൾ ഏതൊക്കെയാണ്? നമുക്ക് വിരോധമായി പോരാടുന്ന ശക്തികൾ ഏതൊക്കെയാണ്? നമുക്ക് ആഗ്രഹമുണ്ട്, കർത്താവ് നിനക്കായി ജീവിക്കണം, 100% ജീവിക്കണം, പക്ഷെ എനിക്കത് സാധിക്കുന്നില്ല എന്ന് തോന്നുന്നെങ്കിൽ ഇന്ന് പകൽ തിരിച്ചറിയണം, നിന്നെ തകർക്കുന്ന ശക്തികൾ ഏതൊക്കെയാണ്. ആ ശക്തി തിരിച്ചറിഞ്ഞാൽ നിനക്ക് ജയമെടുക്കാൻ കഴിയും. ജയമെടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ ജയം തരുവാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുവാൻ കഴിയും. സ്തോത്രം. പ്രൈസ് ഗോഡ്. നമ്മൾ ആ കാര്യം കൂടെ പറഞ്ഞ് പ്രാർത്ഥിക്കാൻ ദൈവത്തിന്റെ കൃപയിൽ ആശ്രയിക്കുന്നു. മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായം 9 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. മാത്യു ചാപ്റ്റർ 2, 9-11. രാജാവ് പറഞ്ഞത് കേട്ട് അവർ പുറപ്പെട്ടു. വിദ്വാൻമാർ പുറപ്പെട്ടു. രാജാവ് പറഞ്ഞു കേട്ട് അവർ കിഴക്ക് കണ്ട നക്ഷത്രം ശിശു ഇരിക്കുന്ന സ്ഥലത്തിന് മീതെ വന്നു നിൽക്കുവോളം അവർക്ക് മുമ്പായി പോയിക്കൊണ്ടിരുന്നു. സ്തോത്രം. അവർ ആദ്യം ആരെ കണ്ടു? നക്ഷത്രത്തെ കണ്ടു. ആരെ കണ്ടു? നക്ഷത്രത്തെ കണ്ടു. നക്ഷത്രത്തെ ഇവർ അനുഗമിച്ചുകൊണ്ടേ വരുന്നു. സ്തോത്രം. നക്ഷത്രം കണ്ടതുകൊണ്ട് അവർ അത്യന്തം സന്തോഷിച്ചു. സ്തോത്രം. ആ വീട്ടിൽ ചെന്നു ശിശുവിനെ അമ്മയായ മറിയോടുകൂടെ കണ്ട് വീണ് അവനെ നമസ്കരിച്ചു. നിക്ഷേപ പാത്രങ്ങളെ തുറന്ന് അവന് പൊന്നും കുന്തിരുക്കവും മൂരും കാഴ്ചവെച്ചു. അവർ സമർപ്പിച്ചു. അവരാരെ കണ്ടു? ആദ്യം ആരെ കണ്ടു? നക്ഷത്രത്തെ കണ്ടു. പിന്നെ ആരെ കണ്ടു? യേശുവിനെ കണ്ടു. യേശുവിനെ കണ്ടവണ്ണം അവരെന്ത് ചെയ്തു?
അവരുടെതെല്ലാം യേശുവിന്റെ പാദപീഠത്തിൽ സമർപ്പിച്ചു. സ്തോത്രം. അതിന്റെ 2:1 മുതൽ 2 വായിച്ചപ്പോ ബാക്കി. ഹെരോദ രാജാവിന്റെ കാലത്ത് യേശു യഹൂദിയയിലെ ബേത്ലഹേമിൽ ജനിച്ച ശേഷം കിഴക്ക് നിന്ന് വിദ്വാൻമാർ യെരൂശലേമിലെത്തി, യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ? ചോദ്യം, രാജാവായി പിറന്നവൻ എവിടെ? ഓർക്കണം, യഹൂദന്മാരുടെ രാജാവ് ഒരുവൻ പിറന്നെന്ന് അവർക്ക് എന്ത് കിട്ടി? അറിവ് കിട്ടി. എന്ത് കിട്ടി? അറിവ് കിട്ടി. എന്ത് കിട്ടി? ഇൻഫോർമേഷൻ കിട്ടി. സ്തോത്രം. ഒന്നാമത്തെ നിനക്ക് സമർപ്പിക്കുവാൻ കഴിയാത്തതിന്റെ കാരണം യേശു ഒന്നും നിനക്കൊരു ഇൻഫർമേഷനാണ്. ജീസസ് ഇസ് an information for you. Jesus is not an experience for you. മനസ്സിലായോ? യേശു ഒരു അറിവാണ് നിനക്ക്. യേശു ഒരു അനുഭവമാണെങ്കിൽ മാത്രമേ നിനക്ക് ആ സമർപ്പണത്തിലേക്ക് വരുവാൻ കഴിയുള്ളൂ. സ്തോത്രം. യേശുവിനെ കണ്ട ഉടനെ അവിടെ ഒന്ന് കാണിക്കുകയും അല്ലെങ്കിൽ സ്തോത്രം വന്നവരെന്ന് പറയുന്നുണ്ടോ? നീ അനുഭവിച്ചാൽ നിന്റെ നിക്ഷേപമാത്രം നീ സമർപ്പിക്കും. പറഞ്ഞിട്ടില്ല. സ്തോത്രം. നീ അനുഭവിച്ചാൽ നീ സമർപ്പിക്കും. സ്തോത്രം. സ്തോത്രം. ഞാൻ ചോദിച്ചു, എവിടാ ജനിച്ചതെന്ന് ചോദിച്ചു. സ്തോത്രം. ഞങ്ങൾക്ക് അവനെ അർത്ഥവാക്യം പറയുന്നത്, ഞങ്ങൾക്ക് കണ്ട് അവനെ നമസ്കരിപ്പാൻ വന്നിരിക്കുന്നു. ഞങ്ങൾക്ക് അവന്റെ നക്ഷത്രം കണ്ട് അവനെ നമസ്കരിപ്പാൻ വന്നിരിക്കുന്നുവെന്ന്. അതിന് 3 തൊട്ട് വായിച്ചു. ഹെരോദ രാജാവ് അത് കേട്ടിട്ട് അവനും യെരൂശലേം ഒക്കെയും ഭ്രമിച്ച് ജനത്തിന്റെ മഹാപുരോഹിതന്മാരെയും ശാസ്ത്രിമാരെയും എല്ലാം കൂട്ടി വരുത്തി, ക്രിസ്തു എവിടെയാകുന്നു ജനിക്കുന്നത് എന്ന് അവരോട് എവിടെ ക്രിസ്തു ജനിക്കുന്നു ചോദിച്ചു. അപ്പം എന്താ പറഞ്ഞു? അവർ അവനോട് യഹൂദയിലെ ബേത്ലഹേം. നമ്മുടെ അറിവനുസരിച്ച് ക്രിസ്തു ജനിക്കേണ്ടത് ബേത്ലഹേമിൽ തന്നെ. ഹെരോദാവിന് അറിവായിരുന്നു, അറിവായിരുന്നു, ലോകത്തിന് അറിവായിരുന്നു. നമുക്ക് യേശു അനുഭവമായി മാറി. സ്തോത്രം. ഹല്ലേലൂയ. നമുക്ക് യേശു അനുഭവമായി മാറിയെങ്കിൽ ആരും പറയണ്ട, നീ അങ്ങ് സമർപ്പിക്കും. സ്തോത്രം. നമ്മുടെ യാത്ര ഇന്നും എങ്ങനെ? സ്തോത്രം. അറിവിന്റെ പുറത്ത. അറിവിൽ ചീർപ്പിക്കുന്നു. സ്തോത്രം. അനുഭവങ്ങളോട് അമേരിക്കയും അവർ കണ്ടിട്ടുണ്ട്. സ്വതന്ത്ര രസമാണെന്നൊക്കെ പറയും. സ്തോത്രം. എന്നാൽ എപ്പോഴും ഭാഗ്യം കിട്ടി അവിടെ പോകാൻ കിട്ടുമെങ്കിൽ വന്ന് ചെന്ന് പറയും, ഈ ഫോട്ടോ കാണാൻ വരുന്നില്ല കേട്ടോ, അവിടെ ചെന്ന്. സ്തോത്രം. സ്തോത്രം. ഇന്നിപ്പോ പറയുന്നത് അറിവ് പോലല്ല, ചെന്നൊന്ന് കാണുന്നു. സ്തോത്രം. ചെന്നൊന്ന് അനുഭവിക്കണം ക്രിസ്തുവിനെ. ഞാൻ കത്തോലിക്കലെ നമ്മൾ കണ്ടിട്ടുണ്ട്, കുരിശിന്റെ വഴിക്ക് അമ്മച്ചിമാര് മുട്ടുകുത്തി ആ ചരലിൽ കൂടെ ഒരു 3-4 കട്ട എടുത്ത് എന്ത് പോകുന്നതാണ്. ക്രിസ്തുവിന്റെ തല വെച്ചുകൊണ്ട് 14 സ്ഥലവും ചൊല്ലിക്കൊണ്ട് പോവുക. അവരെ പഠിപ്പിച്ചിരിക്കുന്നു, ക്രിസ്തുവിന്റെ കഷ്ടാനുഭവത്തിൽ നീ എന്താകുന്നു? സ്തോത്രം. ഇതാണ് ക്രിസ്തുവിന്റെ കഷ്ടാനുഭവ കൂട്ടാളിയാകുന്നത്. ക്രിസ്തുവിന്റെ കഷ്ടാനുഭവം ശാപത്തിൽ നിന്നും അവന്റെ കഷ്ടാനുഭവത്തിൽ നിന്റെ കുടുംബത്തിൽ ചില ചെറിയ കുരിശുണ്ടാക്കിക്കൊണ്ട് പോയി അതാ പറഞ്ഞ്, ആരെങ്കിലും അനുഭവിക്കാൻ ആഗ്രഹിച്ചാൽ തന്റെ കുരിശും എടുത്തുകൊണ്ട് അറിവാണ്. സ്തോത്രം. അനുഭവമുള്ളവരറിയാൻ ഞാൻ വഹിക്കുന്ന ഒരു ക്രൂശാണ്. അമേൻ. അത് സ്നേഹത്തിന്റെ ക്രൂശാണ്. സ്തോത്രം. ക്രിസ്തു തീർന്നു. ക്രിസ്തു അറിവായവൻ. ക്രിസ്തുവിന്റെ ദൈവത്തിന്റെ നക്ഷത്രം നോക്കി ആരാധിക്കുമ്പോൾ ക്രിസ്തുവിന്റെ അനുഭവമുള്ളവൻ ക്രിസ്തുവിന്റെ അറിവ് എന്നവനെ ആരാധിക്കുവാൻ തുടങ്ങി. സ്തോത്രം.
38 യേശു തിരിഞ്ഞ് അവർ പിന്നാലെ വരുന്നത് കണ്ട് അവരോട്, നിങ്ങൾ എന്ത് അന്വേഷിക്കുന്നു എന്ന് ചോദിച്ചു. ചോദിച്ചു. അവർ റബ്ബി എന്ന് വെച്ചാൽ ഗുരു, നീ എവിടെ പാർക്കുന്നു എന്ന് ചോദിച്ചു. അവൻ അവരോട്, വന്ന് കാൺമിൻ എക്സ്പീരിയൻസ്. അവർ യേശുവിനെ കണ്ടില്ലേ? കണ്ടല്ലോ. കണ്ടിട്ട് ചോദിച്ചത്, നീ എവിടെ പാർക്കുന്നു? എന്തിനാണെന്നറിയാമോ? എനിക്ക് നിന്റെ കൂടെ പാർക്കണം, നിന്റെ കൂടെ എനിക്ക് പാർക്കണം, നീ ആരാണ് എനിക്കൊന്ന് അനുഭവിക്കണം. നീ വന്ന് കാണുന്നു. സ്തോത്രം. നിങ്ങളുടെ ചോദിക്കുക, അയ്യോ വാസ്തവമായി ഞാൻ യേശുവിനെ അനുഭവിച്ചിട്ടുണ്ടോ? അവൻ യേശു എന്ന അറിവിലാണ് നീ ജീവിക്കുന്നത്. ഒരറിവും പറഞ്ഞു, എല്ലാ നിമിഷവും എനിക്ക് ദൈവത്തിന് പ്രസാദമുള്ളൊരു മകനായിത്തീരുന്നുള്ള പ്രാർത്ഥന നിന്റെ അകത്ത് ഉയർന്നുണ്ടെങ്കിൽ നീ യേശുവിനെ അനുഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു. സ്തോത്രം. കാരണം യേശു ആരായിരുന്നു? ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു. ആ മനുഷ്യന് ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നെങ്കിൽ യേശുവിനെ അനുഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. യോഹന്നാൻ 45-46 വായിച്ചു. ഫിലിപ്പോസ് നഥനയേലിനെ കണ്ട അവനോട്, ന്യായപ്രമാണത്തിൽ മോശയും പ്രവാചകന്മാരും എഴുതിയിരിക്കുന്നവനെ കണ്ടെത്തിയിരിക്കുന്നു. ഞാൻ കണ്ടെത്തിയിരിക്കുന്നു പറഞ്ഞു. അവൻ യോസഫിന്റെ പുത്രനായ യേശു എന്ന നസറത്തുകാരൻ തന്നെ എന്ന് പറഞ്ഞു. നഥനയേൽ അവനോട്, നസറത്തിൽ നിന്ന് വല്ല നന്മയും വരുമോ എന്ന് പറഞ്ഞു. വല്ല നന്മയും മറുപടി ഫിലിപ്പോസ് അവനോട്, വന്ന് കാണുക. അവനെ അനുഭവിക്കുമ്പോൾ അറിയുവാൻ കഴിയും വല്ല നന്മയും വരുമോ. സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ക്രിസ്തു അറിവാണെങ്കിൽ നിനക്ക് സമർപ്പിക്കാൻ കഴിയില്ല. ക്രിസ്തു ഒരു അനുഭവമായി മാറുമ്പോൾ കർത്താവ് പറഞ്ഞു, അധ്വാനിക്കുന്നതും അനുഭവിക്കുന്നതും എല്ലാം ഇതേ പറഞ്ഞു, come to me, experience me. ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും, ഞാൻ നിങ്ങളെ വിടുവിക്കും, ഞാൻ നിങ്ങളെ ഉയർത്തും, ഞാൻ നിങ്ങളെ മാനിക്കും, ഞാൻ നിങ്ങളെ സൗഖ്യമാക്കും. come to me, come to me and experience me. എന്താ കാരണം? എന്നെ കാണുന്നവൻ ആരെ കാണുന്നു? ഹല്ലേലൂയ. സ്തോത്രം. ഒന്നാമത്തെ റീസൺ, ക്രിസ്തു നിനക്കൊരു അറിവായിരുന്നു. അതുകൊണ്ടാ സമർപ്പണമില്ലാത്തത്. എന്നാൽ ആരാണ് സമർപ്പിച്ചത്? ക്രിസ്തു. ഒരു അനുഭവമാണ്. ഒരിക്കലും അവന്റെ ഭാഷ പറഞ്ഞാൽ ആരുമില്ലെങ്കിലും ഞാൻ ഒറ്റയ്ക്കാണെങ്കിലും യേശു പറഞ്ഞ പോലെ ഞാനും എൻ്റെ കുടുംബവും ഞങ്ങളെ സേവിക്കും. സ്തോത്രം. കൂട്ടത്തിൽ പാട്ടും വെള്ളത്തിൽ പൂട്ടതും അവനെ കിട്ടുകയില്ല. അവൻ ഒറ്റയ്ക്കാണെങ്കിലും അവന്റെ സമർപ്പണത്തിൽ ഉറച്ചു നിൽക്കും. സ്തോത്രം. ആരെയും കണ്ടിട്ടില്ല. ഭവിച്ചു. രണ്ടാമത്തെ റീസൺ ലൂക്കോസ് 23-ാം അധ്യായം, ലൂക്ക് ചാപ്റ്റർ 23 അതിന്റെ 42-43 പ്രാപിച്ചു വരുമ്പോൾ എന്നെ ഓർത്തുകൊള്ളണമേ എന്ന് പറഞ്ഞു. യേശു അവനോട്, ഇന്ന് നീ എന്നോട് കൂടെ പറുദീസയിൽ ഇരിക്കും എന്ന് ഞാൻ സത്യമായി നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞു. സമർപ്പണം കാണാൻ കഴിയും നമുക്ക്. സ്തോത്രം. സമർപ്പിച്ചത് അവിടുത്തെ സെൻട്രൽ പാസ്റ്റർ അല്ല. ആരാണ് സമർപ്പിച്ചത്? നല്ല അടിപൊളി ഒരു കള്ളൻ. പക്ഷേ വചനത്തിൽ കാണുന്ന മഹനീയമായ സമർപ്പണത്തിനൊരു സമർപ്പണമാണ് ആ കള്ളൻ ചെയ്തത്. സ്തോത്രം. നീ ഉറങ്ങരുത് കേട്ടോ, ശ്രദ്ധിച്ചിരിക്കണം. കാര്യം ഉറക്കി അങ്ങോട്ട് സമർപ്പണം ഇത് കേട്ടാൽ ബുദ്ധിമുട്ടാ. ദൈവത്തിന് സ്തോത്രം. എന്താണ് സമർപ്പണത്തിന് കാരണം? ക്രൂശിൽ കിടന്ന കള്ളൻ ഒരു കാര്യം മനസ്സിലായി, എന്റെ ഇടതുവശത്ത് കിടക്കുന്ന, എന്റെ കൂടെ ക്രൂശിക്കപ്പെട്ട ഈ ക്രിസ്തുവിനോടല്ലാതെ എനിക്ക് രക്ഷയില്ലെന്ന് അവന് മനസ്സിലായി. സ്തോത്രം. എന്റെ രക്ഷയ്ക്ക് ഏക മാർഗം ക്രിസ്തു എന്ന് മനസ്സിലായപ്പോൾ, സ്തോത്രം, നസറായനെ എന്നല്ല വിളിച്ചത്, അവൻ ആശാരി എന്നല്ല വിളിച്ചത്,
പ്രവാചകനെന്നല്ല വിളിച്ചത്, ആമൻ മനുഷ്യരെ ഉയർപ്പിച്ചെന്നല്ല വിളിച്ചത്, ആമൻ അപ്പം വർദ്ധിച്ചെന്നല്ല വിളിച്ചത്, രാജാവേ എന്നാ വിളിച്ചത്. എന്താ വിളിച്ചത്? രാജാവേ. യെശയ്യാപ്പുറത്ത് പറയുന്നു, കണ്ടാൽ ആളല്ല എന്ന് തോന്നുമാറ് കിടക്കുക, ഒരു മനുഷ്യന്റെ രൂപമാണെന്ന് തോന്നാതെ മാംസപിണ്ഡമായി കിടക്കുക, അങ്ങനെ തകർന്നു കിടക്കുന്ന ശരീരത്തെ വിളിച്ചു പറയുക, രാജാവേ എന്നെ ഓർക്കണമേ. എന്റെ രക്ഷാമാർഗം ക്രിസ്തു എന്നറിയാത്തത് കൊണ്ട് നിനക്ക് സമർപ്പിക്കാൻ കഴിയുന്നില്ല. സ്തോത്രം, സ്തോത്രം. അപ്പോസ്തലർ 4:12 പറയുന്നു, മറ്റൊരുത്തനും രക്ഷയില്ല. വായിച്ചേ, ആക്ട്സ് 4:32-4:12. മറ്റൊരുത്തനും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല. സ്തോത്രം. ഹല്ലേലൂയ. 1 തിമോത്തി 2:5-6 വാക്യങ്ങൾ പറയുന്നു, മധ്യസ്ഥനും ആരോ എല്ലാവർക്കും വേണ്ടി മറുവിലയായി തന്നെത്താൻ കൊടുത്ത മനുഷ്യനായ ക്രിസ്തു യേശു മാത്രം. സ്തോത്രം. കുറച്ച് മറിയിക്കിരിക്കട്ടെ, കുറച്ച് സെബസ്ത്യാനസിന് ഇരിക്കട്ടെ, കുറച്ച് ജോസഫിന് ഇരിക്കട്ടെ, കുറച്ച് മധ്യസ്ഥന്മാർക്ക് ഇരിക്കട്ടെ. സ്തോത്രം. എവിടെ സമർപ്പിക്കുന്ന കാര്യമാണ്? സ്തോത്രം. എന്റെ രക്ഷാമാർഗം ക്രിസ്തു എന്ന് കള്ളം തിരിച്ചറിഞ്ഞു. സ്തോത്രം. ഹല്ലേലൂയ. ഒറ്റ മധ്യസ്ഥൻ എന്റെ ഭൂമികൾ ഇവിടെ എന്റെ രക്ഷയുടെ സമയ പ്രതികരിച്ചില്ലെങ്കിൽ ഞാൻ നശിച്ചു പോകും. സ്തോത്രം. അവൻ പ്രതികരിച്ചു, അവൻ സമർപ്പിച്ചു. സ്തോത്രം. ദൈവത്തോട് പറയാം, എപ്പോ തോന്നുന്നു അങ്ങനെ സമർപ്പിച്ചേക്കണം, നാളേക്ക് വെക്കരുത്, ഉണ്ടോ എന്ന് അറിയുകയല്ല. സ്തോത്രം. ആമേൻ. ഈ രക്ഷാമാർഗം. സ്തോത്രം. അവിടെ ഇവിടെ എന്താ സംഭവിച്ചത്? റോമാലേഖനം 1:21 മുതൽ വായിച്ച്, റോമർ ചാപ്റ്റർ 1:21 മുതൽ വായിച്ച്. അവർ ദൈവത്തെ അറിഞ്ഞിട്ടും അറിഞ്ഞു അവനെ ദൈവമെന്ന് ഓർത്ത് മഹത്വീകരിക്കുകയോ ദൈവത്തിന് 100% മഹത്വം കൊടുക്കാതെ, നന്ദി കാണിക്കുകയോ ചെയ്യാതെ 100% നന്ദി കാണിക്കാതെ തങ്ങളുടെ നിരൂപണങ്ങളിൽ വ്യർത്ഥരായി തീർന്നു. ഒന്നിനും ഗുണമില്ലാത്ത തങ്ങളുടെ ബ്രെയിൻ അവർ യൂസ് ചെയ്യാൻ തുടങ്ങി. അവരുടെ വിവേകമില്ലാത്ത ഹൃദയം ഇരുണ്ടുപോയി. അതുകൊണ്ട് ബ്രെയിൻ ഇട്ടപ്പോൾ ജ്ഞാനികൾ എന്ന് പറഞ്ഞുകൊണ്ട് അവർ മൂഢരായി പോയി. ജ്ഞാനികൾ എന്ന് പറഞ്ഞവർ വാസ്തവത്തിൽ ഫോളിഷായി മാറി. അക്ഷയനായ ദൈവത്തിന്റെ തേജസ്സിനെ ക്ഷയമുള്ള മനുഷ്യനാക്കി മാറ്റി. മനുഷ്യ ദൈവങ്ങളെ തിരിച്ചു. ഞങ്ങള് മറിയെ ആരാധിക്കുന്നില്ല, മറിയോട് പ്രാർത്ഥിക്കുന്നില്ല. അങ്ങനെ പറഞ്ഞേ, മരണസമയത്ത് നമ്മളോട് അപേക്ഷിക്കണമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, പ്രാർത്ഥനയല്ലേ? സ്തോത്രം. അത് കൃപാസനം. ഇതാണ് കൃപാസനം. മധ്യസ്ഥന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, ക്ഷേമുള്ള മനുഷ്യനാക്കി മാറ്റി. തേജസ്സിനെ അവർ ക്ഷേമുള്ള മനുഷ്യൻ, പക്ഷി, നാൽക്കാലി, ഇഴജാതി എന്നിവയുടെ സ്വരൂപ സാദൃശ്യമാക്കി മാറ്റി ഇതിനെല്ലാം ഓരോ സ്ഥലങ്ങൾ സൃഷ്ടിച്ച് അതിനെ പൊതിക്കൊണ്ടിരിക്കുക. ദൈവമെന്ന് പറഞ്ഞവർ, അല്ലെങ്കിൽ ദൈവത്തിലേക്കുള്ള മാർഗമെന്ന് പറഞ്ഞവർ പറഞ്ഞുകൊണ്ടിരിക്കുക. ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു കള്ളൻ സുവിശേഷം വിളിച്ചു പറയുക, അയ്യോ മന്ദബുദ്ധികളെ, എനിക്കൊരു കാര്യം മനസ്സിലായി, ഏക രക്ഷാമാർഗം ക്രിസ്തു മാത്രം. അതുകൊണ്ട് ഞാൻ ക്രിസ്തുവിൽ ആശ്രയിച്ചു. സ്തോത്രം. ഹല്ലേലൂയ. 25 വാക്യം വായിച്ചേ. ദൈവത്തിന്റെ സത്യം അവർ വ്യാജമാക്കി മാറ്റി കളഞ്ഞു. സൃഷ്ടിച്ചവനേക്കാൾ സൃഷ്ടിയെ ഭജിച്ച്
ഭജിച്ച് ആരാധിച്ചു. ആരാധിച്ചു. അവൻ എന്നേക്കും വാഴ്ത്തപ്പെട്ടു. സ്തോത്രം. അതുകൊണ്ട് തന്നെ ഞങ്ങൾ പെന്തക്കോസ്തെല്ലാം അല്ല, റോമൻ കത്തോലിക്ക എല്ലാം വിട്ടു പെന്തക്കോസ്ത് വന്നില്ലേ? ഞങ്ങളിതെല്ലാം വിട്ടില്ലേ? വിട്ടില്ല. ഇന്ന് നിങ്ങൾ ദൈവദാസന്മാർ എന്ന് പറഞ്ഞവരെ ആരാധിച്ചുകൊണ്ടിരിക്കുക. സെലിബ്രിറ്റികളെ ആരാധിച്ചുകൊണ്ടിരിക്കുക. ഇതാ മിസ്റ്റർ എക്സ് വരുന്നത് നടക്കും. ആരാധന. സ്തോത്രം, സ്തോത്രം. ആമേൻ. ദൈവം ദൈവമനുഷ്യരെ ഉപയോഗിക്കും. അവർ മനുഷ്യരാണ്, പക്ഷേ ആ ഉപയോഗിക്കുന്ന ദൈവത്തെ മറന്ന് ആമേൻ മനുഷ്യരുടെ പിന്നാലെ നിങ്ങൾ യാത്ര തിരിക്കുക. സ്തോത്രം. സൃഷ്ടിച്ചതിനേക്കാൾ സൃഷ്ടിയെ നിങ്ങൾ എന്ത് ചെയ്തു? രിച്ചു. പൗലോസ് ഒരു വാക്യം അവർ വായിച്ചാൽ ഭാഗം വിടാം. 1 തിമോത്തി 1:15 ശ്രദ്ധിച്ചത് കേൾക്കണം. അത് 1 തിമോത്തി 1:15. ക്രിസ്തുയേശു പാപികളെ രക്ഷിപ്പാൻ. ഞാൻ പാപികളെന്ന് മാറ്റ്. ക്രിസ്തു യേശു നമ്മെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്ന് എന്നുള്ളത് വിശ്വാസ്യവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യമായ വചനവും വചനവും തന്നെ. ആര് വന്ന് രക്ഷിക്കാൻ വന്നു? അവന്റെ പേരെന്താ? ക്രിസ്തു യേശു. ബാക്കിയുള്ള സകല നാമവും വ്യാജമാർഗമാണ്. സ്തോത്രം. ക്ലിയറായോ? ഈ ഏകരക്ഷനായ ക്രിസ്തുവിനെ നീ അംഗീകരിക്കാത്തത് കൊണ്ട് സമർപ്പണം 100 ക്രിസ്തുവിനും ഈ മറിയിക്കും, ബാക്കിയെല്ലാം കൂടെ ചേർത്ത് മധ്യസ്ഥന്മാർക്കും. നിന്റെ സമർപ്പണം സമ്പൂർണ്ണമല്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒന്ന്, ക്രിസ്തു നിനക്ക് അറിവായിരുന്നു, സമർപ്പിക്കാൻ സാധിച്ചില്ല. 2, ക്രിസ്തുവിനെ അനുഭവിച്ചു, പക്ഷെ അനുഭവിച്ചിട്ടും ക്രിസ്തു ഏക രക്ഷാമാർഗമാണ് നിനക്ക് എന്ത് ചെയ്യുന്നില്ല? തോന്നുന്നില്ല. സ്തോത്രം. അവിടെ നിന്നെ പരാജയപ്പെടുത്തി. ഇനി ക്രിസ്തു ഏക രക്ഷാമാർഗമാണെന്ന് തോന്നി. അപ്പോൾ അവൻ 3ാമത്തെ ആയുധമായിട്ട് വന്നു. എന്താണ്? മത്തായി 19:13. മാത്യു 19:16. കർത്താവ് രക്ഷ പ്രാപിക്കണമെങ്കിൽ അതിനുവേണ്ടി ഞാൻ എന്ത് സമർപ്പണം എടുക്കണം? കുറെ കാലം പറഞ്ഞു. 21-22 വായിച്ച്. യേശു അവനോട്, സൽഗുണപൂർണനാകുവാൻ ഇച്ഛിക്കുന്നുവെങ്കിൽ നീ ചെന്ന് നിനക്കുള്ളത് വിറ്റ് ദരിദ്രന്മാർക്ക് കൊടുക്കുക, എന്നാൽ സ്വർഗത്തിൽ നിനക്ക് നിക്ഷേപമുണ്ടാകും. പിന്നെ വന്ന് എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞു. യൗവനക്കാരൻ വളരെ സമ്പത്തുള്ളവനാകിയാൽ ഈ വചനം കേട്ടിട്ട് ദുഃഖിച്ചു പോയി കളഞ്ഞു. സ്തോത്രം. വചനത്തിൽ ആദ്യമായിട്ട് വെച്ചിരിക്കും. വചനം കേട്ട ഒരാൾ എന്ത് ചെയ്തു? ദുഃഖിച്ചു. സ്തോത്രം. വചനം കേട്ട സന്തോഷമല്ല, പലർക്ക് എന്തുണ്ടാവും? ദുഃഖം ഉണ്ടാവും. സ്തോത്രം. ഹല്ലേലൂയ. വചനം കേട്ടു, പക്ഷെ എന്ത് ചെയ്തു? ദുഃഖിച്ച് പോയി കളഞ്ഞു. കാരണം അവന്റെ അകത്ത് എന്ത് വ്യാപരിച്ചിരുന്നു? ലോകത്തോടുള്ള സ്നേഹം വ്യാപരിച്ചിരുന്നു. എന്താണ് ഈ ലോകത്തുള്ള സ്നേഹം എന്ന് പറഞ്ഞാൽ? ദൈവത്തെക്കാൾ അധികമായി എന്തിനെ സ്നേഹിക്കുന്നു? ലോകസ്നേഹമാണ്. അബ്രാഹാം പറഞ്ഞു, നീ സ്നേഹിക്കുന്ന നിന്റെ ഏകജാതനായ ഇസഹാക്കിനെ. നീ എന്നെക്കാൾ കൂടുതൽ ആരെ സ്നേഹിക്കുന്നു? ഇസഹാക്കിനെ സ്നേഹിക്കുന്നു. ദൈവത്തെക്കാൾ അധികമായി സ്നേഹിക്കുന്നതെല്ലാം ലോകസ്നേഹം. ദൈവനാമത്തിന് വേണ്ടി ഉപേക്ഷിക്കാൻ കഴിയാത്തത് സ്നേഹം. മനസ്സിലായോ? ഒരു ആത്മീയ വിടുതൽ എന്ന് പറഞ്ഞാൽ സ്വർഗത്തിൽ നിന്ന് ചിലത് പ്രാപിക്കുന്നു, ദൈവത്തിൽ നിന്ന് പ്രാപിക്കുന്നു, ദൈവഹിതമല്ലാത്തത് ഉപേക്ഷിക്കുന്നത്. രണ്ടുകൂടെ ചേരുമ്പോഴാണ് ഒരുവൻ വിശുദ്ധീകരിക്കപ്പെടുന്നത്. ഭാഷ പറഞ്ഞാൽ ഭക്ഷണം കഴിച്ച് വൃത്തികേടായിരിക്കുന്ന ഒരു പാത്രം അടുത്ത ഭക്ഷണം ഉപയോഗിക്കാൻ വേണ്ടി വരുന്നതിന് മുമ്പ് ആദ്യം എന്ത് ചെയ്യും? അതിൽ പറ്റിയിരുന്ന പഴയ ഭക്ഷണത്തിന്റെ വേസ്റ്റ് ഉൾപ്പെടെ നമ്മൾ എന്ത് ചെയ്യും? കഴുകി ശുദ്ധീകരിക്കും. അപ്പോൾ അൺവാണ്ടഡായിട്ടുള്ള എല്ലാം ആദ്യം എന്ത് ചെയ്യണം? റിമൂവ് ചെയ്യണം. നല്ല പാത്രമായി കഴിയുമ്പോൾ മനോഹരമായ പുതിയ ആഹാരം അവൻ ആ പാത്രത്തിൽ പകരും. ഇത് അൺവാണ്ടഡായിട്ടുള്ള കാലം പകരം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അത് നമ്മൾ പുതിയ സ്തോത്രം പഴയ ദുരിതത്തില്ല, പഴയിരിക്കുന്നു മാത്രമേ.
യാക്കോബ് ലേഖനത്തിൽ ഭയങ്കരമായിട്ട് കട്ടിക്ക് വിളിച്ചിരുന്നത് 4:4 പറയുന്നു, വായിച്ച്, ലോക സ്നേഹം ദൈവത്തോട് ശത്രുത്വമാകുന്നു. യു ബിക്കം എനിമി ഓഫ് ഗോഡ്. യാക്കോബ് 4:4. വ്യഭിചാരിണികളായുള്ളവരെ, ആ, ലോകസ്നേഹം ദൈവത്തോട് ശത്രുത്വമാകുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? ദൈവത്തോടുള്ള ശത്രുവായി നീ മാറുന്നു. ആ, ആകയാൽ ലോകത്തിന്റെ സ്നേഹിതനാകുവാൻ ഇച്ഛിക്കുന്നവനല്ല, ലോകത്തിന് സ്നേഹിതരായി ഇച്ഛിക്കുന്നവരെല്ലാം ദൈവത്തിന്റെ ശത്രുവായി തീരുന്നു. ശത്രുവായി തീരും. വളരെ സിമ്പിൾ ആയിട്ട് വായിച്ചോണം. 2:15 പറയുന്നത്, ജഡമോഹം കാണും, ലോകത്തിലുള്ളവരെ സ്നേഹിക്കരുത്, ലോകത്തെ സ്നേഹിക്കുന്നവരില്ല, പിതാവിന്റെ സ്നേഹമില്ല. എങ്ങനെ ലോകത്തെ സ്നേഹിക്കുന്നത്? ജഡത്തിന്റെ മോഹം, കണ്ണിന്റെ മോഹം, അമ്പട ഞാൻ എന്നുള്ള ജീവന പ്രതാപം, ഇതെല്ലാം എന്താണ്? ലോകമോഹങ്ങൾ. 17-ാം വാക്യത്തിൽ പറയുന്നു, ലോകവും അതിന്റെ മോഹവും ഒഴിഞ്ഞു പോകും. ഒരു സമയമാകുമ്പോൾ ഈ കാത്തിരുന്ന ലോകവും അതിന്റെ മോഹവും ഒഴിഞ്ഞു പോകുമ്പോൾ ദൈവേഷ്ടം ചെയ്യുന്നവനോ എന്നേക്കും ഇരിക്കും. ലോകത്തിന്റെ മോഹങ്ങളെ വിട്ടുകളഞ്ഞവൻ എന്നേക്കും ഇരിക്കും. സ്തോത്രം, എന്നേക്കും ഇരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ലൂക്കോസ് 9 പറഞ്ഞ് പ്രാർത്ഥിക്കുക. ലൂക്കോസ് 9-ാം അധ്യായം 57-58 വായിക്കുക. അവർ വഴി പോകുമ്പോൾ ഒരുത്തൻ അവനോട്, നീ എവിടെ പോയാലും ഞാൻ നിന്നെ അനുഗമിക്കാം എന്ന് പറഞ്ഞു. എവിടെ പോയാലും I will follow you. ഭയങ്കര സമർപ്പണം ഞാൻ വന്നിരിക്കുക. അപ്പൊ അവന്റെ ഹൃദയം വായിച്ച് കർത്താവ് പറഞ്ഞു, യേശു അവനോട്, കുറുനരികൾക്ക് കുഴിയും ആകാശത്തിലെ പറവജാതിക്ക് കൂടുമുണ്ട്, മനുഷ്യപുത്രനോ തലചായ്പാൻ സ്ഥലമില്ല എന്ന് പറഞ്ഞു. നിന്റെ മനസ്സിലുള്ള 10 ഏക്കറും ബംഗ്ലാവും തരാൻ എന്നെ കൊണ്ട് കഴിയുകയെന്ന് പറഞ്ഞു. സ്തോത്രം. അനുഗമിക്കുന്നതിനകത്ത് എന്തിരിക്കുക? അവന്റെ ലോകമോഹങ്ങളിരിക്കുക. അടുത്ത വാക്യങ്ങൾ വായിച്ച്, വേറൊരുത്തനോട് എന്നെ അനുഗമിക്ക എന്ന് പറഞ്ഞാറേ അവൻ, ഞാൻ മുമ്പേ പോയി എന്റെ അപ്പനെ കുഴിച്ചിടുവാൻ അനുവാദം തരണമെന്ന് പറഞ്ഞു. അവൻ അവനോട്, മരിച്ചവർ തങ്ങളുടെ മരിച്ചവരെ കുഴിച്ചിടട്ടെ, നീയോ പോയി ദൈവരാജ്യം അറിയിക്ക എന്ന് പറഞ്ഞു. പരിപാടി ഇനി പറഞ്ഞാലും എന്റെ അപ്പന്മാരുടെ ഇത് പറഞ്ഞിട്ടല്ല, അവന്റെ സ്റ്റേറ്റ്മെന്റ് ഇല്ല. എന്റെ അപ്പൻ എന്റെ അറിയോ, ഞങ്ങൾ ഭയങ്കര പള്ളിക്കാരൻ. കർത്താവ് സുവിശേഷം 10 വരെ അറിയിക്കാൻ പറഞ്ഞു. സ്തോത്രം. അടുത്ത വാക്യം, മറ്റൊരുത്തൻ, കർത്താവെ ഞാൻ നിന്നെ അനുഗമിക്കാം, ആദ്യം എന്റെ വീട്ടിലുള്ളവരോട് യാത്ര പറവാൻ അനുവാദം തരണമെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. എന്റെ കാര്യം നിന്റെ വീട്ടറിയിച്ചാണ് നീ ഏൽപ്പിച്ചത്. ഡോക്ടർ പറഞ്ഞിട്ടാണ് നീ പ്രസവിച്ച് പുറത്ത് വന്നത്. സ്തോത്രം. വീട്ടുകാരാണോ? ഓക്സിജൻ സൗജന്യമായി നൽകി തരുന്ന ദൈവം നിൽക്കുമെന്ന് നീ പറയുക, എനിക്ക് എന്ത് വേണമെന്ന് പറഞ്ഞു വീട്ടുകാരുടെ കയ്യിൽ. നമ്മൾ പറഞ്ഞല്ലോ, ജഹറ പർവ്വത്തിൽ വിളിക്കണ്ടേ? ജഹറയ്ക്ക് വിളിച്ചെന്നെ വിളിക്കുന്നത്. അവർ പർവ്വത്തിൽ പോയിച്ചതിന് നാണം കണ്ടിട്ട് വിളിച്ചിട്ടുണ്ട്. സ്തോത്രം. ആരെ വിളിച്ചെന്ത് ചെയ്യാ? ആര് പറഞ്ഞു ഈ ആഴ്ച എന്തുകൊണ്ടാ? അവനെ കുറിച്ച് എന്ത് അർത്ഥവാക്യം എന്താ പറഞ്ഞേക്കുന്നത്? യേശു അവനോട് കലപ്പയ്ക്ക് കൈവച്ച ശേഷം, ഇവിടെ കൈവച്ച ശേഷം നോക്കുന്നവൻ ആരും ദൈവരാജ്യത്തിന് കൊള്ളാകുന്നവനല്ല എന്ന് പറഞ്ഞു. പാരമ്പര്യവും ലോകത്തോടുള്ള ഇഷ്ടങ്ങളും മോഹങ്ങളും വെച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ നിലകൊള്ളാൻ കഴിയില്ലെന്ന് വചനം കൃത്യമായി നമ്മൾ പഠിപ്പിക്കുക. നിന്റെ ഹൃദയത്തിൽ ആഗ്രഹം മുഴുവൻ എന്താണ്? സ്തോത്രം. പ്രാർത്ഥനാ വിഷയം പരിശോധിച്ച് 95% ലോകപരമായ കാര്യങ്ങളാണ്. സ്തോത്രം. ഇനി ലോകം നേടാൻ വേണ്ടി, ജോലി ഉയർച്ച നേടാൻ വേണ്ടി, സാമ്പത്തികം ഉണ്ടാക്കാൻ വേണ്ടി, ആമേൻ. സ്തോത്രം. ഞാൻ പറഞ്ഞില്ലേ, 5 ദിവസം ഹോസ്പിറ്റലിൽ കിടന്നപ്പോൾ ലക്ഷങ്ങൾ അധ്വാനിച്ചതല്ല. സ്തോത്രം. അവരാണെങ്കിൽ വിടുവോ? 2 ദിവസം കൂടുമ്പോൾ പപ്പ വിളിക്കും. ബില്ലിംഗ് സെക്ഷനിലാണ് 75,000 പെട്ടെന്ന് വെച്ചിട്ട്
മക്കളെ ഒരു പ്രസവം എടുക്കുന്നില്ല. നീ ഉണ്ടാക്കുന്ന പണം പറഞ്ഞു എന്നെ കാറ്റ് ദൈവം പ്രസാദിപ്പിക്കും. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം. ഇന്ന് ക്രിസ്തു ആശ്രയിക്കുന്നു. ചിന്തകളും ലോകപരമായ നഷ്ടങ്ങൾ സഹിച്ചാലും വേണ്ടില്ല, കർത്താവിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞങ്ങൾ നിലനിൽക്കുന്ന തീരുമാനം എടുക്കുമ്പോൾ മാത്രമേ സമർപ്പണം വരികയുള്ളൂ. ദൈവത്തിന് ചോദിക്കും, കർത്താവെ എന്നുള്ള ലോകം എന്തൊക്കെയാണ്, ലോകമോഹം എന്തൊക്കെയാണ് ഒന്നായിട്ട് വരും. ഇപ്പൊ എന്താ പഠിപ്പിക്കുന്നത്? ചർച്ച പറയുന്നത് അതാത് രണ്ടടിച്ച് നിർത്താം. കാലമായി രണ്ടടിച്ചെന്ത് ചെയ്യാം, നിർത്താം. കാരണം ആള് വേണ്ടേ, ഇവർക്ക് ജീവിക്കണ്ടേ, ഇവർക്ക് ബംഗ്ലാവ് വെക്കണ്ട, കാറ് വാങ്ങണ്ടേ. മനസ്സിലായോ? സ്തോത്രം. എന്നിട്ട് പറയും ഏറ്റവും വലിയെടുത്ത് സ്തോത്രം. എന്റെ ഭാഷയിൽ ഒരാൾ കറിക്കത്തിയായിട്ട് പോകും, ഒരാൾ വെട്ടിവെത്തിയായിട്ട് പോകും, ഒരാൾ മടിവാളുമായിട്ട് പോകും. ഏറ്റവും വലിയ ബന്ധുവല്ല അങ്ങോട്ട് സ്തോത്രം. കാരണം ജനത്തെ നശിപ്പിച്ചുകൊണ്ടിരിക്കുക, സെലിബ്രിറ്റി നടക്കുക. ഈ വേദി വെക്കലും നിയമിക്കാനും കാര്യത്തെ നടത്താനും അപ്പുറത്തുകൊണ്ടിരിക്കുക. സ്തോത്രം, സ്തോത്രം. ലോകം പറഞ്ഞ് നിങ്ങൾ ഉപയോഗിച്ചിരിക്കുക. ഞാൻ ഒരിക്കലും കൂടെ പറയുന്നു, നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ത്യൻ പറയാം, $1,000 പറയുന്നില്ല. എത്ര രൂപ നിങ്ങളുടെ കൈ വരണമെന്നും എത്ര രൂപ ചെലവാക്കണമെന്നും ജനിക്കുന്നതിന്റെ ദൈവം എഴുതി വെച്ചിട്ടുണ്ട്. കൂടുതൽ ഓടിയൊന്നും കുറച്ച് ഓടിയൊന്നും കിടത്തില്ല, കുറവത്തുമില്ല. സ്തോത്രം. സ്ഥിതിക്കുക ഓട്ടമില്ലെങ്കിലും ഇന്നത്തെ ചതി ഇരിക്കുക, കിട്ടുക. സ്തോത്രം. ചോട്ടം കിട്ടുമോ? ഇഷ്ടപ്പെടുത്തുന്ന കിട്ടും വിചാരിക്കുന്നതായിരിക്കും, പക്ഷെ ഇഷ്ടപ്പെടുത്തുന്ന സാധനം പ്രാർത്ഥനയോടെ നിലകൊള്ളുന്നവന് വേണ്ടി ദൈവം പറഞ്ഞ വാഗ്ദത്തം സകലം നിനക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കും. പക്ഷേ നിന്റെ തീരുമാനം പ്രശ്നങ്ങളുടെ അടിസ്ഥാനത്തിൽ നടുവിൽ നിന്റെ തീരുമാനത്തിൽ നിന്നും നിന്റെ സമർപ്പണത്തിൽ നിന്നും പുറകോട്ട് പോവുകയും ചോർന്നു പോവുകയും തളരുകയും കണ്ടുകൊണ്ട് പരിശുദ്ധാത്മാവ് വേദനയോട് പകൽക്കാലം പറയുന്നു, ഈ നാട്ടിന്റെ നടുവിൽ തീരുമാനങ്ങൾ നിൽക്കുന്നതിന് മാനിക്കുന്ന ദൈവം ഇന്ന് പകൽക്കാലം ശക്തമായി പ്രാർത്ഥിക്കാൻ ദിവസം എഴുതി